പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് നിന്നും ഒരു ബാലൻ തന്റെ കൗമാരത്തിന്റെ തുടക്കത്തിലെ വണ്ടി കയറി നോർത്ത് ഇന്ത്യയിലേക്ക് വെച്ചുപിടിച്ചത് വെറുതെയായില്ല. കാൽപന്തിന്റെ സ്വപ്നങ്ങളെ മുഴുവൻ തന്റെ ഭണ്ഡാരത്തിലാക്കി വീടും നാടും ഉപേക്ഷിച്ച് ഫുട്ബോൾ ട്രയൽസിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്ന അവനൊടുവിൽ എത്തിച്ചേർന്നത് പഞ്ചാബിന്റെ അക്കാദമിയിലാണ്. പണ്ട് തൊട്ടേയും അവർ മിനർവ പഞ്ചാബ് അക്കാദമി നല്ല രീതിയിൽ കുട്ടികളെ നർച്ചർ ചെയ്തെടുക്കുന്നുണ്ട്. ആ നർച്ചറിന്റെ ഫലമായിട്ട് അവന് കയറി അങ്ങ് വളർന്നെന്ന് പറഞ്ഞാൽ ചെറിയ വളർച്ചയൊന്നുമല്ല, ഒരു ഒന്നൊന്നര വളർച്ച തന്നെയാണ് മുഹമ്മദ് സുഹൈൽ എന്ന മലയാളി താരം സ്വന്തമാക്കിയത്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് നിന്നും വളർന്നു തുടങ്ങിയ സുഹൈൽ ഇപ്പോൾ പന്തലിച്ച് നിൽക്കുന്നത് പഞ്ചാബ് ടീമിന്റെ ക്യാപ്റ്റൻ പദവിയിലേക്കാണ്. അവർ അക്കാദമിയിൽ കൂടി വളരെ മികച്ച പ്രകടനം നടത്തിയ ശേഷം അവനെ കൗമാര ടീമിലേക്ക് എടുക്കുകയും അവിടെ റിലയൻസ് ഫൗണ്ടേഷന്റെ യൂത്ത് ഡെവലപ്മെന്റ് ലീഗിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ അവർ പഞ്ചാബ് ടീമിന്റെ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് എഫ് സിയുടെ ടീമിലേക്ക് എത്തുകയും ചെയ്തു. ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടർ, പഞ്ചാബ് എഫ് സിയുടെ പരിശീലകൻ അവരുടെ നായകന്മാരെ ഈ ഒരു സീസണിലേക്കുള്ള ക്യാപ്റ്റന്മാരുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിൽ 19 വയസ്സുകാരനായിട്ടുള്ള മലയാളി താരമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു മത്സരത്തിൽ അവൻ ക്യാപ്റ്റൻ ആംബാൻഡ് അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാപ്റ്റൻസ് ലിസ്റ്റിൽ അയാളുണ്ട്. അപ്പം എല്ലാവരെയും ക്യാപ്റ്റനാക്കി ഇറക്കില്ലല്ലോ. ഒരു മെയിൻ ക്യാപ്റ്റൻ പിന്നീട് പകരക്കാർ വരുന്ന സാഹചര്യത്തിൽ അയാളെ ക്യാപ്റ്റനാവും. അങ്ങനെ ക്യാപ്റ്റൻ ആംബാൻഡി ഈ 19 വയസ്സുകാരൻ അണിയുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് മലയാളി താരമായിട്ടുള്ള സുഹൈലിലേക്ക് എത്തും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നതാണ്. മുഹമ്മദ് സുഹൈൽ ക്യാപ്റ്റൻ ആംബാൻഡി ഇത്തവണ അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിരിക്കും. നേരത്തെ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് തന്റെ 20ാമത്തെ വയസ്സിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായ അപ്പൂയിയായിരുന്നു. ഏതായാലും ISL ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാവാൻ ഈ മലയാളിക്ക് കഴിയുകയാണെങ്കിൽ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷിക്കാൻ കഴിയും. കാരണം നാടും വീടും വിട്ട് പോയ മുഹമ്മദ് സുഹൈലിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നത് മലയാളികളായിട്ട് ടീമിൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പല രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വീട്ടുകാരെ വിളിച്ച് എപ്പോഴും എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ പറഞ്ഞത് അവിടെ തന്നെ പിടിച്ചു നിൽക്കും, നീ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്, നീ ഇപ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കരഞ്ഞാലെങ്കിലും ഭാവിയിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന്. അതേ സന്തോഷം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കുന്ന ഒരു അധ്യായം കൂടിയായിരിക്കും മുഹമ്മദ് സുഹൈൽ എന്ന 19 വയസ്സുകാരന്റെ ക്യാപ്റ്റൻ ആംബാൻഡ്.